സ്നേഹം 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 സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. ജയ് ശ്രീ മാതാജി. സഹജയോഗ ഇന്നത്തെ മഹായോഗ എന്ന മഹത്തായ പരിപാടിയുടെ ധ്യാന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാം കാണാൻ ഭാഗ്യം സിദ്ധിച്ച എല്ലാവരും വളരെ മഹാഭാഗ്യമുള്ളവരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാനുഭവത്തെപ്പറ്റി പറയുന്നതും അത് കേൾക്കാൻ കഴിയുന്നതും ഒക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഒക്കെ തന്നെ ഇപ്പോൾ നമ്മൾ സ്വയം ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു നിമിഷം നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുക. നമ്മളൊക്കെ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അതോ നമ്മൾ ഇനിയും എന്തോ നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും. കാരണം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരു അന്വേഷണത്തിലാണ്. അത് ജനിച്ചു വീഴുമ്പോൾ മുതൽ ഓരോരുത്തരും ഒരു അന്വേഷണത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോന്ന് നേടിയെടുക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും നമ്മളൊരു തെരച്ചിലിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ നമ്മളെന്തോ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മളൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലതിലും നമ്മൾ പോയി കഴിയുമ്പോൾ വീണ്ടും ഇതല്ല എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ നമ്മളെ വീണ്ടും നമ്മളെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതെന്താണ് നമ്മൾ ഈ അന്വേഷിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും സത്യത്തെ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സത്യം? നമ്മൾ ഈ കാണുന്നതൊന്നും സത്യമല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്നത് ഒന്നും സത്യമല്ല. അതിലൊക്കെ ഉപരി നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അന്തരാത്മാവാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെയാണ് സഹജയോഗയുടെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത്. കാരണം അന്തരാത്മാവിനെ തികച്ചും നമുക്ക് അനുഭവനീയമായിട്ട് ആ വസ്തുവിനെ നമ്മളുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന നെല്ലിക്ക പോലെ നമുക്ക് ഏത് നിമിഷവും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അനുഭവനീയമാക്കുന്ന വിദ്യയാണ് സഹജയോഗ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മളിപ്പം ലോകത്തേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലായിടത്തും ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും മനസ്സമാധാനം ഉണ്ടോ? നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സമാധാനമില്ലായ്മയും പരസ്പരം ഉള്ള മത്സരവും, മനുഷ്യർ തമ്മിലുള്ള മത്സരം, രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം, അങ്ങനെ ഒരു മത്സരബുദ്ധി അങ്ങേയറ്റം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മളെ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധിവരെ വളരെയധികം നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. കാരണം സത്യം ഒന്നേ ഉള്ളൂ. അത് ആരൊക്കെ ഏത് ഭാഷയിൽ പറഞ്ഞാലും ഏത് രൂപത്തിൽ പറഞ്ഞാലും ട്രൂത്ത് ഈസ് ഓൺലി വൺ. ആ സത്യം നമുക്ക് അനുഭവനീയമാകേണ്ടിയിരിക്കുന്നു. അത് തികച്ചും അനുഭവനീയമാകുന്ന വിദ്യയാണ് സഹജയോഗ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രൂത്ത്? അത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? ട്രൂത്ത് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്തിന് രണ്ട് ആസ്പെക്റ്റാണുള്ളത്. ഒന്ന്, നമ്മളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അന്തരാത്മാവ്, സാക്ഷാൽ ഈശ്വരൻ്റെ, ദൈവത്തിൻ്റെ, എല്ലാത്തെയും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്ന ഏകവും ശക്തമാകുന്ന ആ ആത്മാവിൻ്റെ റിഫ്ലക്ഷനായിട്ട് സാക്ഷാൽ ദൈവത്തിൻ്റെ
പ്രതിബിംബമായിട്ട് നമ്മളുടെ അന്തരാത്മാവായിട്ട് ഈശ്വരൻ തന്നെ കുടികൊള്ളുന്നു. അത് നമുക്ക് അനുഭവനീയമാകേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ അത് യോഗ പ്രാപിച്ചുകൊണ്ട് ശക്തിയെ ആ പരമചൈതന്യവുമായിട്ട്, ആ ശക്തി തന്നെ ആ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന പരമചൈതന്യവുമായിട്ട് യോഗ പ്രാപിച്ചുകൊണ്ട് ആ ശക്തിയെ നമുക്ക് അനുഭവനീയമാകേണ്ടിയിരിക്കുന്നു. അതായത് നമ്മളുടെ ഉള്ളിലെ അന്തരാത്മാവും ആ യൂണിവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയുമായിട്ട് കൂടിച്ചേരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് യോഗയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സത്യം ആകുന്ന ഈ അന്തരാത്മാവിനെ നമുക്ക് അനുഭവനീയമാകണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ മാതൃ എനർജി ആയിട്ടുള്ള ഈ യൂണിവേഴ്സ് മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന ആ മാതൃ എനർജി ആയിട്ടുള്ള ആ കുണ്ടലിനി എനർജി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ മറ്റ് പല നാമങ്ങളിൽ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള ആ കുണ്ടലിനി എനർജിയെ അവേക്കൻ ചെയ്യണമെന്നും ആ അമ്മയുടെ ആ ശക്തിയുടെ സഹായത്തോടു കൂടി നമ്മുടെ അന്തരാത്മാവിനെ അനുഭവനീയമാക്കിക്കൊണ്ട് നമുക്ക് ബ്രഹ്മരന്ധ്ര വഴി നമ്മൾ സത്യവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ അന്വേഷണം പൂർണ്ണമാവുന്നത്. ഇത് നമ്മൾ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ടുകാലം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സഹജയോഗ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. സഹജയോഗ ലോകമുണ്ടായ കാലം മുതൽ തന്നെ എല്ലാവരും, ഓരോ ആത്മജ്ഞാനം നേടിയ മഹാന്മാരെല്ലാം തന്നെ പറഞ്ഞത് സഹജയോഗയെ പറ്റിയാണ്. സഹജയോഗ എന്ന പേരിൽ പറഞ്ഞില്ല എങ്കിലും ഓരോ അവതാര പുരുഷന്മാരായിട്ടും ഗുരുക്കന്മാരായിട്ടും ഒക്കെ ഭൂമിയിൽ വന്നവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് സഹജയോഗയെ പറ്റിയാണ്. അത് സഹജമായ മാർഗത്തിലൂടെ അങ്ങനെ പല രീതിയിൽ സഹജയോഗയെപ്പറ്റി തന്നെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന എനർജിയെ അത് അനുഭവനീയമാക്കണം, അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതും, അതായത് നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ആ ഒരു അവയർനെസ്സിൻ്റെ ലെവലിൽ നിന്നും, ആ ഒരു പരിജ്ഞാനത്തിൻ്റെ ലെവലിൽ നിന്നും മനുഷ്യനെ ഒരു പരമോന്നതമായ സത്യത്തിലേക്ക് ഉയരുന്ന അവസ്ഥയിലേക്ക് ഉയരേണ്ടതിൻ്റെ ആവശ്യകത ഈ പറഞ്ഞ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ടുകാലത്തൊക്കെ അത് സാധ്യമായിരുന്നത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇത് വളരെ സരളമായിട്ട്, വളരെ ലളിതമായിട്ട്, നിഷ്പ്രയാസം നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ശ്രീ മാതാജിയുടെ ഒരു കാരുണ്യത്താൽ 1970 ലോകത്തിൻ്റെ തന്നെ സഹസ്രാര അമ്മ തുറന്നതിലൂടെ നമുക്കെല്ലാവർക്കും എവിടെയും ഇരുന്ന് ആ സത്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ മദർലി എനർജി ആയിട്ടുള്ള കുണ്ടലിനി എനർജിയുടെ സഹായത്തോടു കൂടി നമ്മളുടെ ഈ 7 ചക്രാസിലെയും പ്യൂരിഫൈ ചെയ്ത് സാക്ഷാൽ ദൈവവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ എനർജി നമുക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്യാനുള്ള ആ സത്യവുമായിട്ട് ആയിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, അത് പ്രായമോ ഒന്നും അതിനൊരു കാരണമല്ല, പ്രായമോ മതമോ ജാതിയോ ഒന്നും തന്നെ അതിനൊരു ബാധകമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ കൂടെ കൊണ്ടു നടന്നുകൊണ്ട് വളരെ ലളിതമായിട്ട് ആ പരമമായിട്ടുള്ള ആ സത്യവുമായിട്ട് ആ ഹയ്യസ്റ്റ് കാര്യം അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ലളിതമായ ധ്യാന മാർഗമാണ് സഹജയോഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രൂത്ത് അച്ചീവ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബൈബിളിലായാലും ഖുർആനിലായാലും ഗീതയിലാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പരമമായ സത്യം നമ്മൾ അന്തരാത്മാവാണ്, നമ്മൾ ഉള്ളിലാണ് ഇതൊക്കെ തന്നെ കുടികൊള്ളുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ വെളിയിൽ ആരാധിക്കുന്ന ആ എല്ലാ ശക്തികളുടെയും എല്ലാ ചൈതന്യവും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ സൂക്ഷ്മ ശരീരത്തിൽ കുടികൊള്ളുന്നുണ്ട്. അത് അനുഭവനീയമാവണമെങ്കിൽ നമ്മളിൽ ഈ പറയുന്ന യൂണിവേഴ്സൽ മദർലി എനർജി ആയിട്ടുള്ള കുണ്ടലിനി എനർജിയെ അവേക്കൻ ചെയ്യാൻ കഴിയുകയും അതിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ ചക്രാസിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യും, നമ്മുടെ അന്തരാത്മാവിനെ നമ്മൾ തിരിച്ചറിയുകയും ആ ചക്രാസിലെ 6 ചക്രാസും കഴിഞ്ഞ് 7ാമത്തെ ചക്രാസിലെ ബ്രഹ്മരന്ധ്ര എന്ന് പറയുന്ന ആ ഊർജ്ജ സ്രോതസ്സിലൂടെ അത് ദൈവവുമായിട്ട് യോഗ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് സഹജയോഗയിലൂടെ മാത്രമാണ് പ്രസൻ്റ്ലി നമുക്കിത്ര വളരെ ലളിതമായിട്ട് നമുക്ക് സാധ്യമാകുന്നത്. അത് കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരുക്കന്മാരായിട്ടും അവതാരങ്ങളായിട്ടും ഒക്കെ വന്നവരൊക്കെ തന്നെ മനുഷ്യനോട് പലതവണ ആവർത്തിച്ച് പറയുകയുണ്ടായി, ഞാനിത് സത്യമാണ്, ഞാൻ നിൻ്റെ അന്തരാത്മാവാണ്, എന്നോട് അനന്യഭക്തിയാണ് വേണ്ടത്, ഞാനും നീയും ഒന്നാണെന്നുള്ള ഭക്തിയാണ് വേണ്ടത്, യഥാർത്ഥത്തിൽ ഞാനും നീയും ഒന്നാണ് എന്നുള്ള സത്യം മാറി പല അവതാരങ്ങളായിട്ടും
പല ഗുരുക്കന്മാരായിട്ടും ഒക്കെ ഭൂമിയിൽ വന്ന് പറഞ്ഞെങ്കിലും ആ ഒരു സൃഷ്ടിയുടെ ഭാഗമായിട്ട് വന്ന് പറഞ്ഞുവെങ്കിലും മനുഷ്യനെ അതിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി അവരൊക്കെ നിരന്തരം ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതിൻ്റെ വീണ്ടും മനുഷ്യൻ്റെ ശ്രദ്ധ ഈ പറയുന്ന മാതിരി വെളിയിലേക്ക് മാത്രമായതുകൊണ്ടും അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയാഞ്ഞതുകൊണ്ടും ആദിശക്തി തന്നെ ഈ ദേവതകളൊക്കെ തന്നെ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടാണ് ഭൂമിയിൽ അവതരിക്കുന്നതും ഈ വിദ്യ മനുഷ്യന് പകർന്നു കൊടുക്കാൻ വേണ്ടി സഹജയോഗ എന്ന പേരിൽ 1970 സഹജയോഗ ശ്രീമാതാജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് എത്രമാത്രം ഏത് കാര്യവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വൺസ് സഹജയോഗയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ സത്യവുമായിട്ട് യോഗ പ്രാപിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തികച്ചും അനുഭവനീയമായിട്ട് ഏത് കാര്യവും അത് യഥാർത്ഥമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചോദിച്ച് പരമമായ സത്യമാകുന്ന ആ ചൈതന്യവുമായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് നിങ്ങളുടെ ആ ഒരു സ്പന്ദനാനുഭവത്തിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ സഹജയോഗയിൽ പറയുന്ന ഒരു കാര്യവും തന്നെ ഒരു വിശ്വാസത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല. കാരണം അത് തികച്ചും നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് അത് അനുഭവനീയമായിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ആ സൃഷ്ടികർത്താവിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിന് യഥാർത്ഥത്തിൽ നിങ്ങൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയും നിങ്ങളുടെ ശ്രദ്ധ സത്യത്തിലേക്ക്, അതായത് നിങ്ങളുടെ അന്തരാത്മാവിലേക്ക്, നിങ്ങളുടെ ആത്മാവിലേക്ക്, ആ പ്രകാശത്തിലേക്ക് ചെല്ലുകയും അതിലൂടെ നിങ്ങൾ ഒരു ഷെല്ലായിട്ട് നിൽക്കുന്നതിൽ ഉപരി ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നതിലുപരി നിങ്ങൾ ഈ ലോകം യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സത്യമാണെന്നുള്ളതിലേക്ക് നിങ്ങളെ ഉയർത്തുകയും ആ ഒരു കളക്റ്റീവ് ബീയിങ് ആയിട്ട് മാറേണ്ടതിൻ്റെയും ആവശ്യം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടുള്ള, അമ്മയുടെ സ്നേഹം കൊണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് സഹജയോഗീസ് ലോകമെമ്പാടും ഈ കാലഘട്ടത്തിൽ അതേപോലെ സത്യം ആത്മസാക്ഷാത്കാരം നേടിയ ഒരുപാട് പേര് ലോകത്തുണ്ടാകുമെന്നും അവരിലൂടെ യഥാർത്ഥ സത്യം മനുഷ്യരിലേക്ക് എത്തുമെന്നും ചരിത്രം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സഹജയോഗ നിങ്ങളിലേക്കൊക്കെ ഇപ്പം എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാവരും അതിൻ്റെ പരമാവധി ഗുണങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളെല്ലാവരും ഉയരുകയും അതിലൂടെ നിങ്ങളുടെ എല്ലാം ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ ആദിശക്തിയുടെ കാര്യം കൊണ്ട് ആ പരമമായ ദൈവത്തിൻ്റെ പാദങ്ങളിൽ നിങ്ങൾ നേരിട്ട് യോഗ പ്രാപിച്ചുകൊണ്ടുള്ള ധ്യാനത്തിലൂടെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ജയ് ശ്രീ മാതാജി. നമസ്കാരം, എൻ്റെ പേര് മനോജ് കുമാർ എന്നാണ്. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അത് പിന്നെ ഞാൻ സഹജയോഗയെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുകയുണ്ടായി. അതുപോലെ അതിൽ സഹജയോഗ ത്രൂ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലിയിലും മറ്റുള്ളതിലൊക്കെ സ്ട്രെസ്സ് വളരെയധികം അനുഭവിച്ചിരുന്നു. പല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഘട്ടങ്ങളിലൂടെ ഞാൻ നടന്നു പോകുന്ന ഒരു സമയത്താണ് സഹജയോഗയെക്കുറിച്ച് അറിയാൻ സാധിച്ചതും അതിനെ വളരെ നല്ലൊരു രീതിയിൽ അതിൽ ശ്രീ മാതാജി നിർമ്മലാദേവി പറഞ്ഞതുപോലെയുള്ള ഒരു മെഡിറ്റേഷനിൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും വളരെ വ്യത്യാസങ്ങളും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ സ്ട്രെസ് എന്ന് ചോദിച്ചാൽ അതിന് അങ്ങനെ ഒരു സംഭവം ഞാൻ ഇപ്പോഴുള്ള എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്നത് വളരെ സന്തോഷമായിട്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ അചഞ്ചലരായിട്ട് മുന്നേറാനായിട്ട് ശ്രീമാതാജിയുടെ ആ ഒരു ബ്ലെസ്സിങ് കൊണ്ട് ഇപ്പോൾ എനിക്ക് കഴിയുന്നുണ്ട്. എൻ്റെ കുടുംബവും 2 കുട്ടികളാണ് എനിക്ക്. എൻ്റെ വൈഫും കുട്ടികളും മാതാപിതാക്കളെല്ലാവരും ഇതിലേക്ക് വരുവാനും അവരെല്ലാവരും ഇപ്പോൾ സഹജയോഗ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ടായി കൊണ്ടുപോകുന്നു. പല രീതിയിലുള്ളത്. അതുപോലെ തന്നെ ഞാനും വളരെയധികം ഒരു ഒരു അലർജിക്, അതായത് നമ്മുടെ തുമ്മലിനെ റിലേറ്റഡായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. കാര്യം ഞാൻ അലോപ്പതി, ആയുർവേദം എല്ലാ രീതിയിലുള്ള മെഡിസിനുകൾ കഴിക്കുമ്പോഴും അതിൽ നിന്ന് എനിക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം എനിക്ക് കിട്ടിയില്ല. വൺസ് ഞാൻ സഹജയോഗയിലേക്ക് വരികയും മെഡിറ്റേഷനിലൂടെയും ശ്രീമാതാജി പറഞ്ഞ രീതിയിലുള്ള ഓരോ നമ്മൾ ക്ലിൻസിങ്ങും എല്ലാം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വിത്തൗട്ട് ഒരു മെഡിസിൻ്റെ ഉപയോഗമില്ലാതെ കുറച്ച് നാളുകൾക്ക് ശേഷം വളരെയധികം ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ് ഞാൻ അനുഭവിക്കുന്നത്. യാതൊരു മെഡിസിനും കൂടാതെ ഇപ്പോൾ നമ്മുടെ തുമ്മൽ അങ്ങനെയുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് ഈസിയായിട്ട് ഈ മെഡിറ്റേഷനിലൂടെ എനിക്ക് സാധ്യമാകുന്നുണ്ട്. അതിൽ ഞാൻ ശ്രീമാതാജി എന്നെ വളരെയധികം അനുഗ്രഹിച്ചായിട്ട് മനസ്സിലാകും. വളരെ നല്ലൊരു മെഡിറ്റേഷനാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇനി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരിലേക്കും ഈ സഹജയോഗത്തെ പറ്റി പറയുവാനും അവരിൽ കൂടിയും ആ ഒരു ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ആ ഒരു ജീവിതത്തിൽ എല്ലാവർക്കും പ്രധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.